ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലെ അനീഷും നൂറയും ആദിലേക്ക് തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു. ഇതിൽ അനീഷ് ഇവരെ ഫേക്കാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആ സമയം നമ്മുടെ ആദില നൂറ തിരിച്ചും അനീഷിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അതവര് തമാശയായിട്ടായിരുന്നു പറഞ്ഞത്. നിങ്ങളെ കൃഷിപ്പാടം വിറ്റിട്ട് PR കൊടുത്തിട്ടാണല്ലോ ഇവിടെ വന്നത് എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ട്. എന്നാൽ അത് അവർ പറയുന്നത് ഫണ്ണായിട്ടാണെങ്കിൽ പോലും മോർണിംഗ് ആക്ടിവിറ്റിയിലും ഇതേപോലെ 2 ഏക്കർ കൃഷിപ്പാടം വിറ്റിട്ട് PR കൊടുത്തിട്ടാണ് അനീഷ് ഇവിടെ വന്നത് എന്നൊക്കെ അതിൽ വീണ്ടും പറഞ്ഞിരുന്നു. അനീഷ് സത്യം പറഞ്ഞാൽ ആകെ വരുന്നുണ്ട് കേട്ടോ. അനീഷ് ക്യാമറയുടെ മുന്നിൽ വന്നിന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാൻ PR കൊടുത്തിട്ടില്ല, ബിഗ് ബോസ് PR എനിക്ക് എന്തെന്ന് പോലും അറിയത്തില്ല, ഇതുകൊണ്ടാണ് അനീഷ് ഇവിടെ കള്ളം പറയുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബാങ്ക് മാനേജർ ആയിട്ടുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2-3 വർഷമായിട്ട് ബിഗ് ബോസ് എന്തെന്ന് അരച്ച് കലക്കി കുടിച്ച നമ്മുടെ അനീഷ്, മറ്റെല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് ഷോയൊക്കെ കാണുന്ന ഈ വ്യക്തിക്ക്, അതായത് ഈ ബിഗ് ബോസ് സീസണിലേക്ക് വരാൻ കഠിന പ്രയത്നം ചെയ്ത നമ്മുടെ അനീഷ്, ഈ അനീഷിനെ PR വർക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? സാധാരണ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ കുറിച്ച് കേൾക്കുന്ന ആർക്കും അത്യാവശ്യം PR എന്തെന്ന് ചെറുതായിട്ടെങ്കിലും അറിയാം. എന്നിട്ടാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അനീഷിന് PR എന്തെന്ന് അറിയില്ല പോലും. എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് പറയുന്നത് PR എന്തെന്ന് അറിയില്ല, ഞാൻ പാടം വിറ്റിട്ട് PR കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ഒരു ടീമിനെ എൻ്റെ നാട്ടിലേക്ക് അയക്കണം, ഞാൻ കൃഷി ചെയ്താണ് ജീവിക്കുന്നത് ബിഗ് ബോസ്, ഒന്ന് നാട്ടുകാരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയണം, ഞാൻ നാട്ടിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. സത്യത്തിൽ അനീഷ് പേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ PR കൊടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നെഗറ്റീവ് ആകുമോ എന്നൊരു പേടി അനീഷിന് വന്നേ. ഇവിടെ ചിലപ്പോഴും അനീഷ് PR കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോഴും കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയത്തില്ലല്ലോ എന്ന് കരുതി അനീഷിനെ പോലുള്ള ഒരാൾ PR എന്തെന്ന് പോലും അറിയില്ലെന്ന് കള്ളം പറയരുത്. ഇവിടെ ഇപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും PR വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്തും, പ്രേക്ഷകർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ടൊക്കെ വോട്ട് ലഭിക്കത്തില്ലല്ലോ. ഇവിടെ ആദ്യം ഒരു ഫണ്ണായിട്ട് പറഞ്ഞ കാര്യം അനീഷ് ആരോപണമായിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അനീഷ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടാ നിന്റെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിനക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ അവിടെ തടയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.